നമസ്തേ. UDFന്റെ 8ാം വാർഡിലെ വാർഡ് പ്രസിഡന്റായ ചേട്ടൻ എന്താണ് ഈ വലിയൊരു കൊലപാതകം, അതായത് ചേന്നാമംഗലത്തിന്റെ മുഖച്ഛായ മാറ്റിമറിച്ച ഈ കൊടും ക്രൂരതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സമൂഹത്തോട്? ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത്തരം ഒരു ഭീതിജനകമായ ഒരു കൊലപാതകം, ക്രൂരമായ ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നാട്ടിലെ ഓരോരുത്തരും, ഓരോ കുടുംബത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പേടിച്ച് വിറങ്ങലിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും അവരുടെ ഭയം അവരുടെ ഉള്ളിൽ നിന്ന് വിട്ടുമാറിയുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവർ ചേന്നമംഗലത്ത് പ്രതീക്ഷിക്കണില്ല. കാരണം കാലിശ്ശേരി ഇവിടെ നല്ല ചരിത്ര പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ് ഇതൊക്കെ. ചേന്നമംഗലം എന്നൊക്കെ പറഞ്ഞാൽ നാടെല്ലാവരും അറിയും. കൈത്തറിയായിട്ടും അല്ലാതെയൊക്കെ ആയിട്ടൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പാലിയം, കൊട്ടാരം എന്നിവയുടെ എല്ലാം ഉണ്ട്. ഇവിടെ പല ടൂറിസ്റ്റുകളും കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം ഒരു ചേന്നമംഗലത്തിൻ്റെ ഭീകരമായ ഒരു കൊലപാതകം നടന്നു എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ വരാനായിട്ട്, അതായത് ടൂറിസ്റ്റുകൾ വരാൻ തന്നെ പുറകോട്ട് പോകും. അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതി ഇതിനു മുമ്പ് പല കേസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ കേസ്, അല്ലെങ്കിൽ അടുത്തരം കേസുകളും ജയിലിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ശരിക്കും സാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകാർ, പോലീസ്, രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരും ഇതിനെ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ശരിക്കും പറഞ്ഞാൽ അവൻ ഇത്രയും ഭീകരമായ ഒരു കൊല ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നൽകി, അത് നമ്മൾ പോലീസിൽ ചെല്ലുമ്പോഴായിട്ടുള്ള അവർ ബോധവൽക്കരിച്ച് അവനോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആരും ശ്രമിച്ചില്ല. അതിപ്പോൾ ഇത്രയും വഷളായ ഒരു സംഭവമാക്കി മാറ്റിയതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതെന്താണിത്? നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത്തരം ഭീകരമായിട്ടുള്ളൊരു സംഭവം നടന്നെന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ സംശയകരമാണ്. പാകിസ്ഥാനിലെ ഭീകരന്മാർ പോലും ചെയ്യാത്ത കൊലപാതകമാണ് തീർച്ചയായിട്ടും. കാരണം അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സാമാന്യ ബോധമില്ല, വിവരം കുറവ് എന്ന് വെച്ചാൽ അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കില്ല, എന്നാലും വിദ്യാഭ്യാസമൊക്കെ കുറവുള്ള ആളുകളാണ് ഈ അഫ്ഗാൻ, പാകിസ്ഥാൻ. പക്ഷെ അവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അറുങ്കൊല ചെയ്യാനായിട്ട് യാതൊരു മടിയില്ല. പക്ഷെ ഓരോ സ്ഥലങ്ങളുണ്ട്, ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കൊല ചെയ്യാൻ ഭയക്കുന്ന രാജ്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതേപോലെ ഒരു ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അധികം കാലതാമസമൊന്നും വരില്ല. അവരവരുടെ നിയമപ്രകാരം അവരുടെ തന്നെ സഡനായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കും. അവർക്ക് കൊലപാതകീനെ അപ്പം തന്നെ കൊന്നുകളയും. പക്ഷെ അത് നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെ വഴിയിലൂടെ രക്ഷപ്പെടാം. ഞാനിപ്പോൾ കൊലപാതകം ചെയ്ത പ്രതിനെ നമ്മൾ പരോക്ഷമായിട്ട് ഇത് സത്യത്തിൽ ഈ ഒരു കൊലപാതകയ്ക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെയുള്ള സംഭാഷണം. കാരണം ഇനി വരുന്ന തലമുറയിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിന് മുറിവ് ഉണ്ടാക്കാൻ പാടില്ല. മുറിവെന്ന് പറയാൻ പറ്റില്ല, അത് ശരിക്കും കൊടും കൊല തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വരും തലമുറ മാത്രമല്ല, ഇനിയുള്ള ആളുകൾക്ക്